ഗെറ്റ് സെറ്റ് ബേബി. ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സിനിമയാണ്. ഇപ്പോൾ എടുത്ത് പറയാൻ മാത്രമുള്ള ഒരു സിനിമയല്ല, ഒരു സിമ്പിൾ കഥയാണ്. നല്ല രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. കൂടുതലും വിമൽ നന്നായിട്ടുണ്ട്. ഉണ്ണി മോഹനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് നിഖിലേനാണ്. നല്ല രീതിയിൽ സ്ക്രീൻ പ്ലേ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടുള്ള ഇമോഷനൊന്നും ഇല്ലാണ്ട് കുറച്ച് നോർമലായിട്ടുള്ള രീതിയിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. ഭയങ്കര ഇമോഷൻ കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷെ ആളുടെ ടേസ്റ്റ് അതായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നല്ലൊരു കഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറിൻ്റെ ലൈഫിൽ നടക്കണ കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഉയർച്ചയും താഴ്ചയും, അതിൽ അസൂയപ്പെടുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഉയർച്ചയിലുണ്ടാവുന്ന ആളുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പടം കാണുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാവാൻ പോണ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയും സിനിമയാണ്. കണ്ടുവന്നിട്ടുള്ള സിനിമകളൊക്കെ പോലെ തന്നെയാണ് ഈ സിനിമകൾ. പുതുമമായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഉണ്ണി മോഹൻ്റെ മാർക്കോ സിനിമയ്ക്ക് ശേഷം വേറൊരു സിനിമ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്ന് വിചാരിച്ചിട്ട് പോയി കാണാം. മാർക്കോയ്ക്ക് ശേഷം എല്ലാവരും ഈ സിനിമ കാണും. കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് ആൾക്കാർ പോയി കാണാം. പക്ഷേ ഇതൊരു ഫാമിലി ഓഡിയൻസിനാണ് മെയിനായിട്ട്. നമ്മളെപ്പോലുള്ളവർക്കൊന്നും ഇഷ്ടാവില്ല, എനിക്കിഷ്ടായില്ല. പക്ഷെ നല്ല സിനിമയാണ്, നല്ല കഥയുള്ള സിനിമയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ എടുത്തു പറയാൻ മാത്രമൊന്നും ഈ സിനിമയിലില്ല. വെറൈറ്റി എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. കുറച്ചുകൂടി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുട്ടികളൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന ദമ്പതിമാർക്കൊക്കെ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റും. കല്യാണം കഴിച്ചവർക്കും ഫാമിലി ഉള്ളവർക്കും കുട്ടികളാവാത്തവർക്കൊക്കെ ഈ സിനിമ കൂടുതലും അനുയോജ്യമായിട്ട് ഉള്ളത് കാണാനായിട്ട്. അല്ലാത്തവർക്കൊക്കെ വെറുതെ ഒരു മൂഡിന് പോയി കാണണം എന്നുള്ളൊരു മൈൻഡിലാണെങ്കിൽ പോയി കാണാമെന്ന് മാത്രമാണ്. ഏവറേജാണ് സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ടില്ല. പിന്നെ ഒക്കെ നിങ്ങളുടെ മൈൻഡാണ്, ഓരോരുത്തരുടെ മൈൻഡാണ് സിനിമ കാണുന്നത്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാനും അധികം കൂടുതലും നമുക്ക് നെഗറ്റീവ് പറയാൻ മാത്രമുള്ള സിനിമയൊന്നുമില്ല. സാധാരണ ഒരു നോർമൽ ഒരു സിമ്പിൾ പടം അത്ര കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടാക്കുന്നത്.